നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന സമാനാഭം എന്നും പറയാം, സമാഭാസം എന്നും പറയും. ഭ, ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു, ശോഭ എന്നർത്ഥമാണ്. പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട്. പലരും നമ്മളോട് തർക്കിക്കാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം. അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനൈശ്ചരം എന്ന് പറയാം, തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശനൈഹി ചരതി ഇത് ശനൈശ്വര, സാവധാനം സഞ്ചരിക്കുന്ന ആളാണ് ശനൈശ്വര, ശനി അല്ലെങ്കിൽ ശനീശ്വര. ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ്. നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു. മീനൻ രാശിയിലാണ് ശനി. പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകാം. കണ്ടകശനി, ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം. ഇവിടെ ശനി വക്രം കഴിയുകയാണ്. നവംബർ 28 ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത്. മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല, മീനൻ രാശിയിൽ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു. വക്രമുള്ള ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം. ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ. കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും, മരണം, പാതിത്യം, വീഴ്ച, ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനി എന്നറിയുക. വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും. ശശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി. നീതിയും ന്യായവും ഒക്കെ ശനിക്കുമുണ്ട്. സൂര്യപുത്രനാണ് ശനി. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരിവാളിച്ചു പോയി. അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല. അത്ര ശക്തമാണ് ശനി. അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ 2.5 വർഷം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ, അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത്. വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ ബോംബെയിൽ 2 ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് ലഗ്നത്തിൽ ശനിയാണ്. വളരെ അലസനാണ്. അവന് എഴുന്നേൽക്കില്ല. കുളിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ്. മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു. ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ്. കേവലം 9-10 വയസ്സുള്ള കുട്ടിക്ക്. അതാണ് ശനി സ്പിരിച്വൽ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. അലസത ഉണ്ടാകാം, പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത. തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും. അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 5ാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും. ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക. അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം 10ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ കർമ്മകുശലനായിരിക്കാം. പക്ഷെ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മമേഖലയിൽ അനുഭവിക്കുന്നതും നമുക്ക് കാണാം. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 23/2/2028 ശനി
മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ. അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് ചിന്തിക്കാം, ഈ ശനി, കണ്ടകശനി, ഏഴരശനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് എവിടെയാണ്? 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ, കേന്ദ്രസ്ഥരായി ശനി നിൽക്കുമ്പോൾ എന്ത് യോഗമാണ്? 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അത് കണ്ടക ശനിയാണ്. ലഗ്നമായി നിൽക്കുമ്പോൾ അത് ഏഴര ശനിയാണ്. 12 ജന്മശനി, 2ൽ ശനി, അത് ഏഴര ശനിയാണ്. ഇവിടെ കണ്ടക ശനി തന്നെയാണ്. ഇത്രകാലം വക്രയാകുമ്പോൾ പലപ്പോഴും നന്മകളെ പ്രദാനം ചെയ്തിരിക്കും. ഇനി അങ്ങോട്ടേക്ക് ശനി ഇച്ചിരി ആ കണ്ടക ശനിയുടെ ബുദ്ധിമുട്ടുകൾ മിഥുനൻ രാശിക്കാർക്കുണ്ടാകും. 10ൽ നിൽക്കുന്ന ശനിയുടെ ഫലം അത്ര ഗുണമല്ല പറഞ്ഞിരിക്കുന്നത്. സൂര്യനും ചൊവ്വയും 10ൽ നിൽക്കുമ്പോൾ ദണ്ഡനാഥോ കുജാർക്കോ, കൈകളിൽ വടിപിടിക്കും, ആയുധം കൈമേലുണ്ടാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ ശനി 10ൽ നിൽക്കുമ്പോൾ ആ ഫലം അത്ര അനുകൂലമല്ല. ഇതേ ഫലം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സുത ശൗര്യവാഖ്യേ ശ്രുത ശൗര്യം ച ഭജതി. സുതം ശാസ്ത്രജ്ഞാനം, ശൂരതയും ഭജിക്കും. അത് സൂര്യനും ചൊവ്വയും വളരെ ശക്തമായിട്ടത് ഭജിക്കും. പക്ഷേ ശനി അത്ര അനുകൂലമായി കാണാറില്ല. ചമത്കാര ചിന്താമണിയിൽ 10ൽ ശനി നിൽക്കുമ്പോൾ 2 ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഒറ്റ ഫലമാണ്. പക്ഷേ ഭട്ടനാരായണൻ ചമത്കാര ചിന്താമണിയിൽ ശനിക്ക് 2 ഫലം പറഞ്ഞിരിക്കുന്നു. അജാതസ്യ മാതാ പിതാ ബാഹുരേവ. പലപ്പോഴും അജാതസ്യ മാതാ, ആടായിരിക്കും തൻ്റെ അമ്മ, തൻ്റെ കൈകളായിരിക്കും തൻ്റെ പിതാവെന്ന്. അതിനാൽ സെൽഫ് മെയ്ഡായി കാര്യങ്ങൾ നീക്കേണ്ടുന്ന അവസ്ഥ വരും. വ്യഥാ സർവദാ ദുഷ്ടകർമാധിപത്യാൽ, ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത് ദുഃഖമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ സത്കർമ്മങ്ങളിലേക്ക് പോവുക. ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദുഃഖം വരും. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളുണ്ടാകാം. അതിനാൽ അനാവശ്യമായ വിവാദങ്ങളിലോ ഒന്നിനും പോകാൻ പാടില്ല. തനിക്കത് ബുദ്ധിമുട്ടുണ്ടാകും. ശനേരേധതേ കർമ്മക ശർമ്മമന്ത ജയോ വിഗ്രഹേ ജീവികാൽപാതു യസ്യ. യുദ്ധം ചെയ്യേണ്ടുന്ന അവസ്ഥ വരും. തൻ്റെ ജീവിത വിഷയം പോലും, ജീവിതയാത്രയിൽ പോലും ക്ലേശങ്ങളുണ്ടാകും. നല്ലൊരു ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ശ്ലോകത്തിലെ ഫലമോ അതും നല്ല ഫലമല്ല. ശനോ കർമ്മകെ വിന്ദതേക്കിന്നു പിത്ര സുഖം ശൈശവേ ദൃശ്യതേക്കിന്നു മാത്ര. കുട്ടിക്കാലത്ത് ഒരു സുഖവും സ്വസ്ഥതയും പിതാക്കളിൽ നിന്ന് ലഭിക്കില്ല എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. നിധി സ്ഥാപിതോ വാപിതോ കൃഷിശ്ച പ്രണശ്യേത് ദൃശ്യതോ ദൈവതോ നിധി സ്ഥാപിത കൃഷി. താൻ ചെയ്യുന്ന കൃഷിയോ അല്ലെങ്കിൽ തന്നിൽ നിക്ഷിപ്തമായ ധനമോ, നിധി എന്നാൽ നിക്ഷിപ്തമായ ധനമാണ്. പഴയകാലത്ത് പരേ ഭൂമപദ കഹ നിക്ഷിപതി സഹ നിധി. ഭൂമിയുടെ അടിയിൽ കുഴിച്ചിരുന്നതാണ് നിക്ഷേപം അഥവാ നിധി. അതിനാൽ തന്നെ നിക്ഷേപങ്ങൾ എന്നർത്ഥം. തൻ്റെ കൈവശമുള്ള സ്വരൂപിച്ച ധനം. അപ്രകാരം കാർഷിക മേഖലയിലുള്ള വിഭവങ്ങൾ. ദൃശ്യതേ ദൈവതേനവ. അന്യൻ്റെ ദുഷ്ടദൃഷ്ടി കൊണ്ട് നഷ്ടപ്പെടും, അല്ലെങ്കിൽ വിധി ഭാഗ്യ വൈപരീത്യാൽ നഷ്ടപ്പെടും. അതിനാൽ പലപ്പോഴും താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, താൻ ചെയ്ത കർമ്മങ്ങളൊക്കെ തന്നെ അതിന് ഫലം കുറയുക, ധനം നഷ്ടപ്പെടുക, കൃഷി നശിക്കുക. വളരെയധികം ശ്രദ്ധിക്കണം. കർഷകർക്കൊക്കെ ഈ ഒരു സമയം അത്ര ഗുണമല്ല. 2028 ഫെബ്രുവരി 23 വരെയാണ് കണ്ടകശനി ഉള്ളത്. അതിനാൽ ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഓം ശം ശനീശ്വരായ നമഃ. ഈ ശനി 4ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ ഉയരമുള്ള ബിൽഡിങ്ങുകൾ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, വീഴ്ചയുണ്ടാകും. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. പെഡസ്ട്രിയൽ ക്രോസിംഗ്, റോഡ് ക്രോസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അശ്രദ്ധമായി യാത്ര ചെയ്യരുത്, അപകടങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ദേവാലയങ്ങൾ, ട്രസ്റ്റ്, ഇതിൻ്റെ ഭാരവത്യമുള്ളവർക്കൊക്കെ തന്നെ ഭാരം നഷ്ടപ്പെടുക, വലിയ വിവാദത്തിൽ ചെല്ലുക, കോടതിയിൽ പോകേണ്ടി വരിക, കേസും കൂട്ടുമായി നടക്കേണ്ട അവസ്ഥയാണ്. അതിനാൽ പദവികൾ പലപ്പോഴും തനിക്ക് പൊൻതൂവലല്ല, മുൾക്കിരീടമായി വരുന്ന സമയമാണ്. മുൾക്കിരീടമാണ്. ജാഗ്രത പാലിച്ചാൽ അത്ര നല്ലത്. പ്രാർത്ഥിക്കുക. ഓം ശം ശനീശ്വരായ നമഃ. ഇവിടെ ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാല അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ നന്നായി നെയ്വിളക്ക് സമർപ്പിക്കുക എല്ലാ ശനിയാഴ്ചയും, അല്ലെങ്കിൽ ശനീശ്വരനും. അതാണ് ഏറ്റവും ഉത്തമം